சாப்பிட்டு பாரு, கொஞ்சம் கொஞ்சம் சாப்பிட்டு பாருப்பா. அப்படி போடு. മതി മതി. ഇന്നലെ പറഞ്ഞു കിട്ടിയില്ല. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. പളനിയിൽ പോയ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ പളനിയിൽ പോയി മുരുകനെയൊക്കെ കണ്ടിട്ട് നേരെ റൂമിലോട്ടാണേ വന്നത്. ശരിക്കും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഇറങ്ങാൻ നേരത്താണ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് അത് കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ബാക്കിയത്തെ വീഡിയോ ആണ് കേട്ടോ. കുറച്ചൊരു ഗ്യാപ്പ് ആയിപ്പോയി, കാരണം വീഡിയോ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇടാൻ തന്നെയാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ നടന്നിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ കാപ്പി കുടിച്ചിട്ട് റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു, കാരണം എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. പൂരിയാണ് ഞങ്ങൾ കഴിച്ചിരുന്നത്. എന്നെ കഴിക്കാൻ സമ്മതിച്ചിരുന്നില്ല. പെട്ടെന്ന് മോനോട് പറയുക ബാത്റൂമിൽ പോകണമെന്നും പറഞ്ഞു ഒരേ ബഹളമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കഴിച്ച പാതി കഴിക്കാത്ത പാതി അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു. പിന്നെ അമ്മ ഫുഡ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. മോനോടെ കഴിച്ചിട്ടില്ല, ഒട്ടും കഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ പിന്നെ അവ അതും കഴിച്ചിരുന്നില്ല. ഫുഡ് കഴിക്കാനൊക്കെ ഇച്ചിരി പാടാണ് കേട്ടോ. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. ഇതിൻ്റെ അതായത് രാവിലെ കണ്ണണ്ണനാണ് എല്ലാവരെയും വിളിച്ചുണർത്തുന്നത്. പക്ഷേ ഇതിൻ്റെ സമയം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ ഒരു 6 മണി ആയി എന്നും പറഞ്ഞുകൊണ്ടാണ് അന്തം വിട്ട് എണീറ്റത് കേട്ടോ. ഞാൻ ഒരുങ്ങി മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കാണ് സമയം ചോദിച്ചത്. അപ്പോഴാണ് പറയുന്നത് എത്ര 5 മണിയോ 5:30 മണിയോ കണ്ടേ. ഞാൻ പറയും എന്തിനു ഇപ്പോഴേ വിളിച്ചെണീപ്പിച്ചത്. ഉറങ്ങാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു, കാരണം നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നേ. ചൂടെന്ന് പറഞ്ഞാൽ അസഹനീയമായ ചൂടായിരുന്നു. പിന്നെ ചെറിയ രീതിയിൽ സ്മെല്ലൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഉറങ്ങാൻ ഇച്ചിരി പാടായിരുന്നു. പിന്നെ ഞാൻ ഉറങ്ങാൻ പിന്നെ അതിനേക്കാളും ലേറ്റായിട്ടാണ് ഞാൻ ഉറങ്ങിയത്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ അന്തം വിട്ടാണ് എണീറ്റത് കേട്ടോ. താമസിച്ചെന്നും പറയണ്ട. പിന്നീടാണ് സമയം പറയണത്. പിന്നെ രാവിലെ ചായ ഒന്ന് കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ യാത്രയൊക്കെ ചെയ്യുന്നതിൽ തലവേദന വന്നാലോ എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആയൊക്കെ ഇറങ്ങി റൂം വെക്കേറ്റ് ചെയ്തിട്ട് താഴെ ഒരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്ക് വന്നു. ചായയൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും യാത്ര തിരിച്ചിരിക്കുകയാണ്. ഇന്നത്തെ യാത്ര നേരെ പോകുന്നത് കൊടൈക്കനാലിലോട്ടാണ്. കാരണം പളനി വരെ വന്നതല്ലേ, അവിടെ നിന്നൊരു 2 മണിക്കൂർ യാത്രയും കൂടെ ഉള്ളൂ കൊടൈക്കനാലിലോട്ട്. അപ്പോൾ അവിടെയും കൂടെ കയറി കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. ഒരു പ്ലാനും ഇല്ലാതെ ഒരു യാത്രയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ല. ഇന്ന സ്ഥലത്ത് പോകുന്നു എന്ന് മാത്രം പ്ലാനുണ്ട് കേട്ടോ. അല്ലാതെ സ്റ്റേയുടെ കാര്യത്തിലൊന്നും ഒരു തീരുമാനമില്ലാതെ പോവുകയാണ് കേട്ടോ. നേരത്തെ അതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ആ സ്റ്റേയുടെ കാര്യത്തിൽ നമുക്ക് കുറച്ച് റിലാക്സ് കിട്ടിയേനെ. സ്റ്റേ ഭയങ്കര ഒരു വില്ലനായിരുന്നു കേട്ടോ. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് സ്റ്റേ ചെയ്യുമ്പോഴത്തേക്കും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്തൊക്കെ സ്റ്റേ ചെയ്യുക എന്നൊക്കെയാണ് കേട്ടോ. പക്ഷെ നമുക്ക് കിട്ടിയിരുന്നത് അത് ഞാൻ ഇനി വഴിയെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ചെക്ക് പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ എത്തിയപ്പോൾ എന്തൊക്കെയോ കാണിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെളിയിൽ ഇറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വണ്ടി ഒതുക്കിയ സമയത്ത് വെളിയിൽ ഇറങ്ങിയപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉറ്റു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെയുള്ള ലേഡീസാരും പുറത്തോട്ടോ ഇറങ്ങാത്ത കണക്ക്. അങ്ങനെ ഞാൻ എന്താ എല്ലാവരും ഇങ്ങനെ നോക്കണേന്ന്. പിന്നെ ഞാൻ അങ്ങ് തിരിച്ച് വീണ്ടും വണ്ടി കയറി. എന്തിനാ വെറുതെ എന്ന് വിചാരിച്ച്, നമുക്ക് ഇറങ്ങിവിടാത്ത നാടല്ലേ എന്ന് കരുതി പിന്നെ വണ്ടി കയറി ഇരുന്നു കേട്ടോ. ഇത് ഞാൻ വെളിയിൽ നിന്ന സമയത്ത് എടുത്ത വീഡിയോസായിരുന്നു. ഈ ഒരു ഹോട്ടലിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അത് മലയാളിയുടെ ഹോട്ടലിൽ കണ്ടുകൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. ചായക്കട, ബേക്കറി മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ട് നമ്മളെ നാട് വിട്ട് പോരുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ എത്തിയാൽ മതി, അവിടെ നിന്ന് ചോറും മീൻകറിയും കിഴങ്ങും കഴിച്ചാൽ മതി എന്നൊക്കെ തോന്നിപ്പോണത് നമ്മുടെ നാടിനെ നന്നായിട്ട് മിസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പം എനിക്ക് ഫുഡ് കുഴപ്പമില്ല, എന്നിരുന്നാലും നമ്മളെ നാടിനോടൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. പിന്നെ യാത്ര ചെയ്യുന്നതുകൊണ്ട്, അതായത് ഇപ്പോൾ എല്ലാ ഫാമിലിയായിട്ടൊക്കെ യാത്ര ചെയ്യുന്നത് കൊണ്ട് അതൊരു എൻജോയ്മെൻ്റ് ആയിട്ടും കൂടെ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ എന്തൊക്കെയോ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വിട്ടു കൊടൈക്കനാലിലോട്ട്. ഞാൻ കൊടൈക്കനാലിൽ അങ്ങനെ പോയിട്ടില്ല. മൂന്നാർ വരെ പോയിട്ടുള്ളൂ. അതായത് നമ്മളിപ്പം ഫാമിലി ആയിട്ടൊരു ടൂറ് പോകുന്നു എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ മൂന്നാർ, വാഗമൺ അങ്ങനെ പോയിട്ടുള്ളൂ കേട്ടോ. മോനോട്ട് എവിടെ പോയാലും സ്പൈഡർമാൻ്റെ ആളെ എവിടെന്നെങ്കിലുമൊക്കെ തൂക്കിയിരിക്കും. അവന് എത്ര കിട്ടിയാലും മതി വരാത്തതാണ് കേട്ടോ ഈ സ്പൈഡർമാൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കൊടൈക്കനാലല്ല, ഹൈ റേഞ്ച് കയറുകയാണ് കേട്ടോ. കൊടൈക്കനാലിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഇതുവരെയായിട്ടും പോയിട്ടില്ല. മൂന്നാർ പോയിട്ടുണ്ട്, വാഗമൺ പോയിട്ടുണ്ട്. ഇല്ല, കൊടൈക്കനാൽ എന്തായാലും പോയിട്ടില്ല, അത് ഉറപ്പാണ്. ഊട്ടി, കൊടൈക്കനാൽ പോയിട്ടില്ല. പണ്ടൊക്കെ എൻ്റെ വിചാരം കൊടൈക്കനാൽ തൊട്ടപ്പുറത്താണ് ഊട്ടി എന്നായിരുന്നു കേട്ടോ. കാരണം പറയുമ്പോൾ എല്ലാവരും കൊടൈക്കനാൽ ഊട്ടി, ഊട്ടി കൊടൈക്കനാൽ എന്നൊക്കെയാണല്ലോ.
അങ്ങനെ എൻ്റെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നത് കൊടൈക്കനാലും ഊട്ടിയും രണ്ടും അടുത്ത് കിടക്കുന്ന സിറ്റിയാണെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. പിന്നീടാണ് മനസ്സിലായത് അല്ല, ഇത് രണ്ടിടത്താണെന്ന് കേട്ടോ. അങ്ങനെ അങ്ങോട്ട് പോകും വഴി നല്ല സ്ഥലം കാണുന്നിടത്ത് നിർത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. രാവിലെ കാപ്പിയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറുതായിട്ട് എല്ലാവർക്കും വിശപ്പൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹൈ റേഞ്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടവും ഷോപ്പുകൾ കാണത്തില്ല, അല്ലെങ്കിൽ തട്ടുകടയോ ഹോട്ടലോ ഒന്നും കാണത്തില്ല. അപ്പം കുറേ അങ്ങ് കയറി പോയാലേ കാണത്തുള്ളൂ. അപ്പോൾ അത് പ്രതീക്ഷിച്ച് തന്നെയാണ് മൈൻഡിൽ ഇരുന്നത്. എന്നിരുന്നാലും ചെറിയതായിട്ട് എല്ലാവർക്കും വിശപ്പൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. മോനുടനെ പിന്നെ വിശപ്പെന്ന് പറയുന്ന സാധനമേ ഉണ്ടായിരുന്നില്ല. കാരണം അവൻ ആഹാരം കഴിക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. വെക്കേഷനല്ലേ, പിള്ളേർക്കൊരു എൻജോയ്മെൻറ്റ് ആവാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തത് കേട്ടോ. പളനിയാണ് മുന്നിൽ നിന്നിരുന്നത്, എന്നിരുന്നാലും മൈൻഡിൽ കൊടൈക്കനാലും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ കറക്റ്റായിട്ട് പ്ലാനൊന്നും ചെയ്തിരുന്നില്ല. പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം പൊളിച്ചടിക്കേനെ. അപ്പോൾ ചെറിയ ചെറിയ അപാകതകൾ നമുക്കും പറ്റിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇവിടെ ഒരു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയതാണ്. നല്ലൊരു സ്ഥലം കണ്ടപ്പോഴത്തേക്കും അപ്പോൾ മോനുടൻ്റെ കൈ ഇരിക്കുന്നത് അത്രയും സ്പൈഡർമാനാണ്. എത്ര വാങ്ങിച്ചാലും അവന് മുഴുക്കത്തില്ല കേട്ടോ. എനിക്ക് അതായത് ഇപ്പം ഇത്രയും ഈ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമ്മളിങ്ങനെ വ്യൂ കാണുമല്ലോ, കുറേ കുന്നും മലയും ഒക്കെ, അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതെന്തോ കാണുമ്പോൾ തന്നെ മനസ്സിനകത്തൊരു കുളിർമയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അയ്യോ, അതൊന്നും പറയാതിരിക്കണതാണ് നല്ലത്. സ്വാഭാവികമായിട്ട് ചെറിയ രീതിയിൽ വിശപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കണ്ട കടയിൽ തന്നെ കയറി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പോൾ അവിടെ തുറന്ന് സാധനങ്ങളൊക്കെ അവർ എടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു. കഴിക്കാൻ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ബ്രെഡ് ഓംലേറ്റും മാഗിയും ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ 1-2 പേര് മാഗിയാണ് വാങ്ങിച്ചത്. ബാക്കിയുള്ളവർ ബ്രെഡ് ഓംലേറ്റാണ്. അമ്മയ്ക്കൊന്നും വേണ്ട, രാവിലെ ഒന്നും വേണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നേ. ഇത് അവക്കാഡോയാണ്. അവക്കാഡോ നമ്മളവിടെ സുലഭമല്ല, എന്നാലും ഇവിടെ ഭയങ്കരമായിട്ട് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. പക്ഷേ റേറ്റിന് ഒരു കുറവുമില്ല. അതും നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചില്ല. ഇവിടെ 1 കിലോ 250 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും 1 കിലോ 300-350 ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മാത്രമേ ഇത്തിരി റേറ്റ് കുറവുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിഞ്ച് അവക്കാഡോ ആയിരിക്കും പലയിടത്തും ഇരിക്കുന്നത്. പിഞ്ച് വാടി പഴുത്തതെന്നും പറയാൻ പറ്റില്ല, വാടിയ അവക്കാഡോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് പറഞ്ഞതിൽ ഫുഡ് എന്ന് പറയാനൊന്നും പറ്റത്തില്ല. മാഗിയും ബ്രെഡ് ഓംലെറ്റുമാണ് പറഞ്ഞിരുന്നത്. അന്യായമായ വിലയായിരുന്നു കേട്ടോ. ബ്രെഡ് ഓംലെറ്റ് എത്രയാണെന്ന് എനിക്ക് അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മാഗിക്ക് 25 രൂപയോ 20 രൂപ പാക്കറ്റ് ആയിരിക്കാം. അത് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് അവർ തരണേന് 100 രൂപ എങ്ങാണ്ട് എടുത്തു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓർഡർ ചെയ്യുന്ന സമയത്ത് അവരോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് 3 കൂടി 100 എന്നാണ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കഴിക്കാൻ ഇരുന്നത് കൂടി. ഇത് ഒരെണ്ണത്തിന് 100 എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും കണ്ണ് തള്ളിപ്പോയി കേട്ടോ. അങ്ങനെ സത്യം പറയണമെങ്കിൽ ലാസ്റ്റ് ആയപ്പോൾ ഒരു സംസാരമൊക്കെ അവിടെ ഉണ്ടായി. കാരണം ഇത്രയും റേറ്റ് ഇത് കൂടിപ്പോയി, നമ്മൾ വെളിയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്ന എമൗണ്ട് ആയില്ലേ, എന്നാൽ വല്ലതും കഴിച്ചോ, അതും ഇല്ല. പിന്നെ അവർ ഒരു കാര്യം പറഞ്ഞ് ഭയങ്കര സ്ലോ ആണ് കേട്ടോ. സ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ലോ. അപ്പോഴത്തേക്കും ഞങ്ങൾ പറയുകയും ചെയ്തു, ഇത് ഇത്രയും സ്ലോയിൽ നിന്ന് കഴിഞ്ഞാൽ ഇന്നെങ്ങാനും പോകാൻ പറ്റുമെന്ന്. കാരണം നല്ല സ്ലോ ആയിരുന്നു. യഥാർത്ഥത്തിൽ 2 അടുപ്പുണ്ടായിരുന്നു. അവർക്ക് 2 അടുപ്പിലൊക്കെ വേവിക്കായിരുന്നു. എന്തോ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ വേവിച്ചതൊക്കെ എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കഴിച്ചിട്ട് പോകണമെന്നുള്ള രീതിയായി ലാസ്റ്റ്. പക്ഷേ പേയ്മെൻറ്റിൻ്റെ കാര്യം വന്നപ്പോഴത്തേക്കും നമ്മൾ സംസാരിച്ച് അപ്പോൾ അവർ പറഞ്ഞത് ഹൈ റേഞ്ച് വരുമ്പോൾ ഇതിങ്ങനെയാണെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇതിനേക്കാൾ മുകളിൽ ഹൈ റേഞ്ച് ആണല്ലോ, അവിടെ മാഗിക്ക് എത്ര രൂപയാണെന്ന് നോക്കിയിട്ട് നമ്മൾ ഇതുവഴി തന്നെ വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. ഭയങ്കര വലിയ വഴക്കൊന്നും ഉണ്ടായില്ല. എന്തായാലും 25 രൂപ സാധനം നമ്മൾ കുക്ക് ചെയ്ത്, നമ്മളതിൽ ഗ്യാസും ഈ പറയും പോലെ അടുപ്പും പാത്രം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതൊക്കെ ആലോചിച്ച കാര്യമാണ്. നമുക്ക് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പിന്നീട് കാറിലെല്ലാം കൂടെ പാടല്ലേ എന്ന് വിചാരിച്ചാണ് അതങ്ങ് വിട്ടത് കേട്ടോ. എന്തായാലും അടുത്ത തവണ നമ്മൾ ഫുൾ കുക്കിങ്ങിനുള്ള സാധനങ്ങളും കൊണ്ടൊക്കെ ആയിരിക്കും പോണത്. കാരണം അവിടെ പോയിട്ട് ഒന്നും വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കേട്ടോ. ഇത് കുറച്ച് നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി കുറച്ച് മുമ്പോട്ടൊക്കെ പോയപ്പോഴത്തേക്ക് കാറിൻ്റെ മണ്ടയിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ്. നിൽക്കാൻ ഇച്ചിരി പാടായിരുന്നു. കൊച്ചു പിള്ളേർക്കൊക്കെ എന്നെ കൊണ്ടൊന്നും നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഹോട്ടലിൽ റൂം എടുക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ഇവിടെ നമ്മൾ 2-3 ഹോട്ടലിൽ റൂം നോക്കി.
ഇവിടെ തണുപ്പിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഭയങ്കര തണുപ്പില്ല. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ ഗതി ഒന്ന് മാറി. ചെറിയ രീതിയിലുള്ള തണുപ്പേ ഉള്ളൂ കേട്ടോ. നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തണുപ്പേ ഉള്ളൂ. കാരണം ഇപ്പോൾ സീസൺ അല്ല. അവിടെ ഇപ്പം എന്താണ് മഞ്ഞിൻ്റെ സമയമൊന്നും അല്ല. എന്നാലും നോർമലി അവിടെ ഉള്ള തണുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആദ്യം കയറിയ റൂമാണേ ഇത് കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, മൂന്നാർ പോയ ഒരു വീഡിയോ. അപ്പോൾ അതിൽ നമുക്ക് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സൈറ്റാണ് കിട്ടിയത് കേട്ടോ, നൈറ്റ് സ്റ്റേക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ അതാണ് ഇങ്ങനെ ആക്രാന്തപ്പെട്ട് നോക്കിയത് കേട്ടോ, ടെൻറ്റ് എങ്ങനെ അടിച്ച് കിടക്കാൻ പറ്റിയ ഇതുണ്ടോ എന്നൊക്കെ. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറേ അലഞ്ഞു കേട്ടോ, കുറേ അലഞ്ഞു. ഇനി അലയാൻ വേണ്ടിയിട്ടൊന്നുമില്ല എന്ന് തോന്നിപ്പോയി. അത്രത്തോളം നമ്മൾ റൂമിന് വേണ്ടിയിട്ട് നടന്നു. പിന്നീട് വേറെ റൂമുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. യൂട്യൂബും ഇൻസ്റ്റയും ഗൂഗിളും ഒക്കെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു മനസ്സിനെ പിടിക്കുന്ന രീതിയിലൊന്നും കിട്ടിയിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു റൂം വന്ന് നോക്കിയപ്പോൾ ശരിക്കും അതൊരു ബാഡായിട്ടുള്ളൊരു റൂമായിരുന്നു. സിഗരറ്റും കുറേ ആൾക്കാർ ഈ പയ്യന്മാർ യൂസ് ചെയ്ത്, അതുകൊണ്ട് അതൊന്നും എടുത്തിരുന്നില്ല. പിന്നെ നമ്മൾ കണ്ട ഒരു റൂം തന്നെ വന്ന് എടുത്ത് കേട്ടോ. അവിടെ അത്യാവശ്യം കൊള്ളായിരുന്നു, വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ റൂം തന്നെ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ നിന്ന് തന്നെ അവർ വണ്ടി അറേഞ്ച് ചെയ്ത് തരും നമുക്ക് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നും കൂടെ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ആ റൂം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ 2 ബെഡ്റൂം ധന്യയ്ക്കും കണ്ണണ്ണനും പിന്നെ എനിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരെണ്ണം കൂടെ എടുത്ത്. അങ്ങനെ 2 റൂമാണ് ഞങ്ങൾ എടുത്തിരുന്നത്. എല്ലാവരും ശരിക്കും ഒന്ന് ടയേർഡായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആരും വണ്ടി ഇരുന്നൊന്നും ഇപ്പോൾ ഇതുവരെ ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി ആയിരിക്കും അതിൻ്റെ ക്ഷീണങ്ങളൊക്കെ കാണുന്നുണ്ട്. എല്ലാവർക്കും അത്യാവശ്യം ക്ഷീണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ റൂമിൽ വന്നു. ഇതിപ്പോൾ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ. നമ്മളിപ്പോൾ ഒരിടത്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ ആധാർ അത് ഇത് ചപ്പ് ചവറൊക്കെ കൊടുക്കണം. ഇവിടുത്തെ പേയ്മെൻറ്റ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂമിന് 1500 അങ്ങനെ എങ്ങോണ്ടേ ആയിരുന്നു കേട്ടോ. ഇങ്ങനെയാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർമ്മയില്ല. പിന്നെ അവർ തന്നെ ഒരു ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കാർ വരുമ്പോഴത്തേക്കും അവരായിരിക്കും നമ്മളെ, ഒരു ഗൈഡ് വരും, അവരായിരിക്കും നമ്മളെ പുറത്ത് കൊണ്ട് പോകുന്നത്, സ്ഥലങ്ങൾ കാണിച്ചു തരുന്നതും. അപ്പോൾ അത് 1, 2, 3 പാക്കേജ് കണക്കുണ്ട്. അപ്പോൾ ഇത്ര എമൗണ്ടിന് ഇത്ര ഇടത്ത് കാണിക്കും, ഇത്ര എമൗണ്ടിന് ഇത്ര ഇടത്ത് കാണിക്കും, അങ്ങനെയാണ് സംഭവങ്ങൾ. പക്ഷേ നമ്മുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മളെടുത്ത പാക്കേജ് അത് ഞാൻ പറഞ്ഞുതരാം, അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. കാരണം രാവിലത്തെ കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 12 മണി ആയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത്. അപ്പോൾ ഇതിപ്പോൾ ഉച്ച സമയത്തുള്ളൊരു ഊണ് എന്നുള്ള കണക്കാക്കി നമ്മൾ ഫുഡുകൾ പറഞ്ഞ്. ബിരിയാണി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ബിരിയാണിയുടെ ദമ്മ് പൊട്ടിച്ചില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ വന്ന് ബിരിയാണി നമുക്ക് ഈ സാധാ റൈസൊന്നും ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല. ബിരിയാണി അങ്ങനെ എന്തെങ്കിലും നോൺ വെജ് ഐറ്റംസേ പറ്റത്തുള്ളൂ, ചിക്കൻ്റെ ഐറ്റംസ്. നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ മെയിനായിട്ട് സൂക്ഷിക്കാനുള്ളത് ബീഫ് വാങ്ങിക്കാതിരിക്കുക. ബീഫ് വാങ്ങിച്ചാൽ പോയി. കാരണം നമുക്ക് വിശ്വസിച്ച് കഴിക്കാനൊന്നും പറ്റത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ടെന്നും പറയാൻ പറ്റില്ല, നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുമോന്നും അറിയത്തില്ല. അതുകൊണ്ട് ബീഫ് കഴിവതും വാങ്ങിക്കാതിരിക്കുക കേട്ടോ. ഞങ്ങളങ്ങനെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയാണേ പറഞ്ഞത്. നല്ല കറിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ നല്ല റേറ്റാണ്. തലേ ദിവസത്തെ ഫുഡൊന്നും അറിഞ്ഞിരുന്നില്ല. കാരണം പളനിയിൽ പോകും വഴി നമ്മൾ അമ്മ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ എടുത്ത് വച്ചല്ലേ വന്നത്. അപ്പോൾ ഒന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷെ പിറ്റേ ദിവസം കടുക്കാൻ തുടങ്ങി. കാരണം എല്ലാത്തിനും നല്ല റേറ്റ് കേട്ടോ. പിന്നെ നമ്മളവിടെ ബാഗൊക്കെ വെച്ചതിന് ശേഷം നമ്മളൊരു ഗൈഡ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞില്ലേ പുറത്തോട്ട്. അപ്പം ആ പുള്ളിക്കാരൻ്റെ കൂടെ നമ്മൾ ഇറങ്ങി കേട്ടോ. ചെറിയ രീതിയിൽ മഴക്കോള് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇമ്മാതിരി ആവുമെന്ന് നമ്മളും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. ഞാൻ ഈ ഒരു ലൊക്കേഷനിൽ എത്തുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ഉറങ്ങിയേ. എനിക്കങ്ങ് കണ്ണു തുറക്കാൻ വയ്യായിരുന്നു. ഞാൻ ഏതാണ്ട് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂർ 3/4 മണിക്കൂറുള്ള ട്രാവൽ ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഉറങ്ങി. നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഉറങ്ങി. മോനുട്ടനും ഉറക്കമായിരുന്നു. മോനുട്ടനെ എണീപ്പിക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അവനെ എടുത്തുകൊണ്ട് വന്ന് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. ഈ ഒരു പാക്കേജിൽ ഗുണാഗേവ്, ഗ്ലാസ് ബ്രിഡ്ജ് അതൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ വേറെ പാക്കേജിലായിരുന്നു. അപ്പോൾ കണ്ണണ്ണം പറഞ്ഞ് അത് നമ്മൾ നിൽക്കുന്ന ലൊക്കാലിറ്റിയിൽ അടുത്താണ്, അവിടെ നമുക്ക് പിറ്റേ ദിവസം പോവാം. ഇവിടെ നമുക്ക് ഇപ്പം അറിഞ്ഞുകൂടല്ലോ, നല്ല ദൂരമില്ലേ. അപ്പം ഈ പാക്കേജ് എടുത്ത് ഇവിടെ പോവാം. 2500 അല്ല 3500 രൂപ കൊണ്ടേ ആയിരുന്നു കേട്ടോ. ഒരാൾക്ക് 1000 സംതിങ് രൂപയോളം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടലാണ് 3500. അതായത് ഇത്രയും സ്ഥലങ്ങൾ പോകുന്നതാണ് 3500 രൂപ കേട്ടോ. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് കൊടൈക്കനാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ കൊള്ളാം, കുഴപ്പമില്ല. വേറൊരു അറ്റ്മോസ്ഫിയറാണ്, വേറൊരു അന്തരീക്ഷമാണ്. പിന്നെ ഭയങ്കര കോടയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പോയ ക്ലൈമറ്റിൽ.
കാരണം അപ്പോഴും സീസൺ അല്ലായിരുന്നു. ഇപ്പോൾ ഡിസംബർ മാസത്തിലൊക്കെ പോയി ഭയങ്കര കോടയും കാര്യങ്ങളൊക്കെ, അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തോന്നുന്നു. അപ്പോൾ പോകുന്നവർ അങ്ങനെയൊക്കെ നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നമുക്ക് പിന്നെ ഈ വെക്കേഷൻ സമയത്തേ പോകാൻ പറ്റുള്ളായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ പോയത് കേട്ടോ. ഇത് കാണാൻ നല്ല വില്ലേജ്, ഇതിന് എന്തൊക്കെയോ പേരുണ്ട് കേട്ടോ, ഞാൻ മറന്നേ പോയി. കാരണം ഇത് എഡിറ്റ് ചെയ്യാൻ തന്നെ ഏതാണ്ട് പോയിട്ട് 2 മാസം ആവാറായി, അപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയത്. 1 മാസം ആവാറായി, അപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. പിന്നെ എനിക്ക് ചോക്കോബാർ കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹമായി. ഞാൻ പിന്നെ പോയി ചോക്കോബാറൊക്കെ വാങ്ങിച്ചു. 1 അല്ല 2 എണ്ണം കഴിച്ചു കേട്ടോ. എനിക്ക് ഐസ്ക്രീമിനോട് ഇപ്പോൾ ഭയങ്കര കൊതിയാണ്. കാരണം ഞാൻ വെറുക്കാത്തൊരു ആഹാരം ഉണ്ടെങ്കിൽ അത് ഐസ്ക്രീം മാത്രമേ ഉള്ളൂ. ബാക്കി ഏതൊരു ഐറ്റവും എനിക്കിപ്പോൾ ഇഷ്ടമല്ല കേട്ടോ. ഏത് ഫുഡ് എടുത്താലും എനിക്കിഷ്ടമല്ല. അപ്പോൾ വെറുക്കാത്ത ഒരു ഐറ്റം ഇപ്പോൾ ഐസ്ക്രീം മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ച് ബാക്കി എല്ലാവരും ഒരെണ്ണേ കഴിച്ചോളൂ, ഞാൻ 2 എണ്ണം വച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ടെമ്പിളിൻ്റെ അവിടെ കൊണ്ടാക്കി കേട്ടോ. ഇവിടെ വെച്ചാണ് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. വെളുത്തുള്ളി വാങ്ങണമായിരുന്നേ. വെളുത്തുള്ളി വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് സംസാരിച്ചപ്പോഴത്തേക്കും ഡ്രൈവർ പറഞ്ഞ് ഇല്ല, ഇവിടെ നിന്ന് വാങ്ങിക്കേണ്ട, നമുക്ക് താഴെ നമ്മൾ ഒരു ടെമ്പിളിൻ്റെ അവിടെ അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞേ. അപ്പോൾ ശരി, വില കുറവായിരിക്കും എന്ന് വിചാരിച്ച് ഇവിടെ വന്നേ. ഇവിടെ വന്നപ്പോഴും റേറ്റ് അതൊക്കെ തന്നെയാണ്. പക്ഷേ വെളുത്തുള്ളി വലിയ ഇതായിട്ടൊന്നും തോന്നില്ല, ഭയങ്കര റേറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ ഇത്രയും റേറ്റ് ഇല്ലാത്തതൊക്കെ എനിക്ക് തോന്നി, എനിക്കെന്തോ അത്രയും ഇതായില്ല. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് വാങ്ങിച്ചോളൂ, ഇനി എവിടെ പോയാലും ഈ വെളുത്തുള്ളി കിട്ടത്തുള്ളൂ, ഇതേ റേറ്റേ കിട്ടത്തുള്ളൂ എന്ന്. പിന്നീടാണ് മനസ്സിലാവുന്നത് കടക്കാരനും ഈ പറയുന്ന ഡ്രൈവറും തമ്മിൽ ടൈപ്പ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. കാരണം ഇങ്ങനെ കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്കും ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി സാധനങ്ങൾ വാങ്ങിപ്പിക്കുക, അങ്ങനെ എന്തോ ഡീലിങ്സ് ഉണ്ടായിരുന്നു എന്ന് തോന്നി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഏത് സ്ഥലത്ത് പോകണമെങ്കിലും നമ്മൾ പറ്റിക്കപ്പെടാൻ നിറയെ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം ഞാൻ വാങ്ങിച്ച് കഴിച്ചേ. എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് ഇച്ചിയോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. പുളിപ്പും മധുരവും കൂടെ ചേർന്ന ഒരു ഇതാണ്, ഒരു കറ പോലെയൊക്കെ എനിക്ക് തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതാണ് എൻ്റെ മോൻ ഇങ്ങനത്തെ എക്സ്പ്രഷനിലിരിക്കുന്നത്. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് വേറൊരു വെളുത്തുള്ളിയൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ഒരു കടയുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ പോയി റേറ്റ് ചോദിച്ചപ്പോഴത്തേക്കും ഇവിടത്തേക്കാളും നല്ല വ്യത്യാസം കേട്ടോ. എനിക്കൊന്നൊരു 100 രൂപ 150 രൂപയൊക്കെ വ്യത്യാസം. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അമ്മ അവിടെ ഓൾറെഡി വാങ്ങിച്ചപ്പോഴത്തേക്കും ഞാൻ പറയും വാങ്ങിക്കണ്ട, ഇവിടെ വന്ന് വാങ്ങിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ പിന്നെ അമ്മ അത് തിരിച്ച് റിട്ടേൺ ചെയ്തിട്ട് വേണ്ട കുഴപ്പമില്ല, അവൾ അവിടെ നിന്ന് വാങ്ങിച്ചെന്ന് പറയും. അങ്ങനെ ഇവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. പക്ഷേ അത് തൊട്ടപ്പുറത്താണ്, ഇതല്ല കേട്ടോ, വേറൊരു ഷോപ്പ് ഇതിൻ്റെ അപ്പുറത്തുണ്ടായിരുന്നേ. അവിടെ നിന്ന് വാങ്ങിച്ച് കൊള്ളാം, നല്ല വെളുത്തുള്ളിയായിരുന്നേ. അത് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ആ വെളുത്തുള്ളിക്ക് ഒരു കുഴപ്പമില്ല. ഇവർ പറയുന്നത് 2-3 ഐറ്റം വെളുത്തുള്ളികളുണ്ട്, പല ഇനം വെളുത്തുള്ളികളുണ്ട്. ഏലക്കയിൽ തന്നെ പല ടൈപ്പില്ലേ. പാറ് അവളോ ടേസ്റ്റ് സാപ്പിട്ട് പാറ്, கொஞ்சம் சாப்பிட்டு பாருப்பா, எப்படி இருக்கு? நல்லா இருக்கா? அம்மா கொஞ்சம் சாப்பிட்டு பாருங்க. அப்படியே நல்லா டேஸ்ட். எப்படி இருக்கு? உண்டறது நல்ல எக்ஸ்பிரஷன் போடுமா, அந்த அளவுக்கு நல்ல எக்ஸ்பிரஷன் போடுமா. ஆயிருந்தா அம்மா கொஞ்சம் பாருமா, சாப்பிட்டு பாருமா, அவ்வளோ டேஸ்ட் இருக்கு. சாப்பிட்டு பாருமா, சாப்பிட்டு பாருமா, சாப்பிட்டு பாரு, சாப்பிட்டு பாருமா. பிடிச்சிருக்கா? பிடிக்கல? എടാ അവക്കാടോ എല്ലാടും 250 തന്നെ. തിന്നോ വെളുത്തുള്ളിയല്ലേ തിന്നോ. നോക്കിയപ്പോഴും 250 ആയിരുന്നു. നമ്മളവിടെ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ കയറി വന്നപ്പോ 250 ആയിരുന്നു. 1 കിലോ 250. 250 അവിടെ അത് തന്നെ. നോ ഞാൻ ഇവിടെ വന്ന് കുറച്ച് നേരം തമിഴ് സംസാരിച്ചപ്പോൾ എനിക്ക് വായിൽ കണ്ടിന്യൂസ് ആയിട്ട് തമിഴ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് 1-2 ദിവസം ആയല്ലോ ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ തന്നെ കിടന്ന് കറങ്ങുന്നു. അപ്പോൾ അതിലൊന്ന് സംസാരിച്ച് നോക്കിയതായിരുന്നു. എൻ്റെ തമിഴ് കേട്ടിട്ട് നിങ്ങൾ ചിരിക്കാൻ നിൽക്കണ്ട. അയ്യോ പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അവിടെ ബാർഗനിങ് ആണ്. നമ്മൾ ബാർഗനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വല്ലതും കിട്ടും. ഇതാണ് അവസ്ഥ. നല്ല കട്ടാക്കി നിന്ന് പൊരുതിക്കൊള്ളാം. ഭയങ്കര റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നി ഭയങ്കര റേറ്റ്. അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് പോലും അവിടെ നല്ല റേറ്റാണ്.
സാധാരണ അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ആ ലൊക്കാലിറ്റിയിൽ റേറ്റ് കുറവായിരിക്കും. എന്നിട്ട് ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര റേറ്റായിരിക്കും, അങ്ങനെയായിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ലായിരുന്നു. എൻ്റെ പൊന്നെ എന്തോ ഒരു റേറ്റായിരുന്നു. പിന്നെ അവിടെ നിന്ന് ജീവനും കൊണ്ട് പോവുകയാണ് ചെയ്തത്. നമ്മുടെ ഫുള്ള് യാത്രയും ഫ്ലോപ്പായത് ഈ മഴ കാരണമാണ് കേട്ടോ. പക്ഷെ മഴയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് മഴ ഇഷ്ടമാണ്, പേഴ്സണലി ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ നമ്മൾ പെട്ടുപോകും, മഴയെ വെറുത്ത് പോകുന്ന സംഭവമൊക്കെ വരും കേട്ടോ. കാരണം ഫുള്ള് ഫ്ലോപ്പായി, ഫുള്ള് മഴ, എങ്ങോട്ടും ഇറങ്ങാൻ പറ്റണില്ല, നിൽക്കാൻ പറ്റണില്ല, ആകെ സീനായിരുന്നു കേട്ടോ. ഇവിടുത്തെ യഥാർത്ഥ തണുപ്പ് വന്നല്ലേ, കൊടൈക്കനാലിലെ യഥാർത്ഥ തണുപ്പ് വന്നെന്ന് തോന്നുന്നു. നമുക്ക് നേരത്തെ കിട്ടിയില്ല, മഴ പെയ്തപ്പോൾ കൊണ്ടളഞ്ഞു. മഴയും കൂടെ പെയ്തപ്പോൾ തണുപ്പിന് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഓവർകോട്ടൊന്നും എടുത്തിട്ടല്ല ഇറങ്ങിയിരുന്നത്, ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. മോനൂട്ടനും വീട്ടിലുണ്ടായിരുന്ന സംഭവങ്ങൾ മാത്രമേ എടുത്തോളൂ കേട്ടോ. ഇത് തണുപ്പടിച്ചപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ തണുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ മൂടിപ്പോച്ചിരിക്കാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ നല്ല തണുപ്പായിരുന്നു, നല്ല സെറ്റായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ സ്റ്റേ ചെയ്യണം, അതാണ് ഭംഗി കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ചായ വാങ്ങിച്ച് കുടിക്കാമെന്ന് വിചാരിച്ച്. ചായയുടെ റേറ്റൊന്നും നമ്മളെങ്ങും പോയാലും തിരക്കില്ലല്ലോ. ചായക്ക് എത്ര രൂപയാണ് എന്നാരെങ്കിലും തിരക്കുമോ? എൻ്റെ അറിവിലില്ല. 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ നമ്മൾ പോയി തിരക്കുമായിരിക്കും, പക്ഷേ ചെറിയ ചെറിയ ചായക്കടയിലൊന്നും അങ്ങനെ തിരക്കത്തില്ലല്ലോ. ചായക്ക് 40 രൂപയായിരുന്നു കേട്ടോ. നമ്മുടെ മോഹൻലാൽ പറയും പോലെ ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും എന്ന് പറയുന്നതല്ല കേട്ടോ. ഇവിടെ ഉയരം കൂടുന്തോറും സാധനങ്ങളുടെ വില കൂടുതലാണ് കേട്ടോ. പിന്നെ ഹൈ റേഞ്ച് ആയതുകൊണ്ടും അവർക്ക് സാധനങ്ങളൊക്കെ എത്തിക്കാനുള്ള പാടുകൊണ്ടും ഒക്കെ ആയിരിക്കും അവർ ഇത്രയും റേറ്റ് ഇടണമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മളിവിടെ ഇറങ്ങിയതിന് കാരണം ഡ്രൈവർ ചേട്ടന് ഫുഡ് കഴിക്കണമായിരുന്നേ. അപ്പം നമ്മൾ ഇരിക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ ചേട്ടന് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മളൊന്ന് ഇറങ്ങിക്കൊടുത്തത്. അപ്പോൾ ചേട്ടൻ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിവിടെ തിരിച്ച് നമ്മുടെ റൂമിൻ്റെ അവിടെ നിർത്തിയേ. ഭയങ്കര ഫ്ലോപ്പായിട്ടുള്ളൊരു യാത്രയായിരുന്നു. നേരെ ചൊവ്വേ എങ്ങും കണ്ടില്ല കേട്ടോ, എങ്ങും കാണാൻ പറ്റിയില്ല. ഇതിനിടയിൽ കുറേ ഫാം ഹൗസൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞേ. പക്ഷെ അവിടെയൊക്കെ പോയിട്ട് മുറ്റത്ത് നിന്നിട്ട് തിരിച്ച് വരികയാണ് ചെയ്തത്. കാരണം മഴ കാരണം നിവർത്തിയില്ല, അങ്ങോട്ട് ഇറങ്ങാൻ പോലും ഇല്ല. നമ്മളതിലാണെങ്കിൽ ഒരു കുട പോലും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ നേരെ തിരിച്ച് റൂമിലോട്ട് വന്നു. റൂമിലോട്ടൊക്കെ വന്നതിന് ശേഷം കുറച്ചൊക്കെ നേരെ റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ കണ്ണടൻ പറഞ്ഞില്ല ഞാൻ വരണില്ല, നിങ്ങൾ പോയി, ഞാൻ വരണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നതാണ് കേട്ടോ. ധന്യ കണ്ണടനെയും പൊക്കിയെടുത്തോണ്ട് വന്നു. തണുപ്പ് സഹിക്കാൻ വയ്യാതെ ആയപ്പോഴത്തേക്കും വൈകുന്നേരമായപ്പോൾ നല്ല തണുപ്പായി തുടങ്ങി കേട്ടോ. പക്ഷെ ഇതിനേക്കാളും തണുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നല്ല തണുപ്പാണ്. പക്ഷേ ഈ ഒരു തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊരു ഓവർകോട്ടൊക്കെ വാങ്ങിച്ചു. ഓവർകോട്ടല്ല, ഒരു ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ ഒരു ഹുഡി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. പക്ഷേ ഭയങ്കര തണുപ്പായതുകൊണ്ടാണ് എടുത്തത്. ആദ്യം എടുത്തത് തന്നെയായിരുന്നേ, പിന്നീട് ഞാൻ എടുത്ത് വസൂട്ടനെടുത്ത് അമ്മയുടെ അടുത്ത് എടുക്കാൻ പറഞ്ഞപ്പോൾ അമ്മ ഒരു വിധത്തിൽ എടുക്കൂല. അമ്മ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എടുക്ക്, നല്ല തണുപ്പുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം നാട്ടിൽ വന്നതിന് ശേഷം പിറ്റേ ദിവസം പനിയായിരുന്നു കേട്ടോ. അമ്മ എടുത്തില്ല, ആ തണുപ്പ് അത്രയും കൊണ്ട് അങ്ങനെ പനിയൊക്കെ പിടിച്ച്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ നടന്ന് അടുത്ത കടകളിലോട്ട് പോവാം, ഒന്ന് കറങ്ങി അടിച്ച് വരാമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്കും കണ്ണെണ്ണ ഒരു ടാക്സിയൊക്കെ അറേഞ്ച് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നേ. കാരണം ലേക്കിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ആ ലേക്കിൻ്റെ സൈഡ് ഫുള്ള് കടകളാണ് കേട്ടോ. എൻ്റെ പുതിയ കളർഫുള്ളാവുന്ന രീതിയിലായിരുന്നു ഫുള്ള് കടകൾ, അത്രയും കടകളായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാത്തിനും നല്ല റേറ്റായിരുന്നു. മോനോട്ട് ആദ്യമൊക്കെ നല്ല ത്രില്ലിൽ അടിച്ച് നിന്നേ, പിന്നീട് കുറേ ദൂരെ അങ്ങ് എത്തിയപ്പോഴത്തേക്ക് അവൻ ഓരോ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് കരയാൻ തുടങ്ങി. നമ്മൾ പിള്ളേരൊക്കെ കാണുമല്ലോ എന്ന് വിചാരിച്ച് കളിപ്പാട്ടങ്ങളുടെ അടുത്തെത്തുമ്പോഴത്തേക്കും മറച്ച് കൊണ്ടുപോവേ. അവിടെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുമെന്നറിയാമോ, കുഞ്ഞുങ്ങളെ വിളിച്ച് കാണിച്ചു കൊടുക്കും. അങ്ങനെ മോനോട്ട് ഓരോന്നും കണ്ടിട്ട് അത് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ അവസാനം അടിനാശം വെള്ളപ്പൊക്കത്തിലാണ് അവസാനിച്ചത്. ഞാൻ പറഞ്ഞില്ല, വാങ്ങിച്ചു തരില്ല. കാരണം എന്തോ ഒരു സ്പൈഡർമാൻ്റെയോ വാളിൽ ലൈറ്റ് എത്തുന്നതോ ടോക്ക് അങ്ങനെ എന്തോ ആണ് കേട്ടോ. അതിന് 800 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, വാങ്ങിച്ച് തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ സീനായിരുന്നു. സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട സീനായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഫുള്ള് ബ്ലാങ്കറ്റുകളായിരുന്നു, ഇഷ്ടം പോലെ ബ്ലാങ്കറ്റ്. ചിലതിനൊക്കെ റേറ്റ് കുറവുണ്ടായിരുന്നു, ചിലതിനൊക്കെ റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഓരോരുത്തരും ബ്ലാങ്കറ്റ് എടുത്ത് പോവും. കാരണം ഇവിടെ സ്റ്റേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഇത്രയും തണുപ്പൊന്നും പ്രതീക്ഷിച്ച് ചിലപ്പോൾ വരുന്നവരായിരിക്കില്ല.
അതുകൊണ്ട് ഒരുപാട് പേര് ബ്ലാങ്കറ്റൊക്കെ നോക്കുന്നുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് മോനോട്ടിന് ഇതാ ഈ ഒരു സംഭവം കൊടുത്ത് ഞാൻ പറ്റിച്ചു കേട്ടോ. 100 രൂപയുടെ സാധനം വാങ്ങിച്ചു കൊടുത്ത് അവനെ ഞാൻ കുപ്പിയിലാക്കി. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേ. ഇനിയുള്ളത് പാർട്ട് 3 ആണ്. 3ാമത്തെ ദിവസത്തെ കാഴ്ചകളായിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.